നിങ്ങൾ നലിച്ചത്. യോസേപ്പ് പിതാവിന് പരാതിയില്ല, പരിശുദ്ധ അമ്മയ്ക്ക് പരാതിയില്ല, ഈശോയ്ക്ക് ഒട്ടും പരാതിയില്ല. ഉള്ള അവൈലബിൾ സ്പേസിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ക്രിസ്മസ്, ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് അഭിഷേകം, ഇതാണ് ആത്മീയ വളർച്ച. See, you are comfortable in the available given space. No regret, no complaint, no issues. You are comfortably happy in the available given space. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കിട്ടിയ സ്ഥലത്ത് സ്തോത്രം, കിട്ടിയ സാധനം കൊണ്ട് സ്തോത്രം, കിട്ടിയ പരിഗണന കൊണ്ട് സ്തോത്രം, കിട്ടിയ സ്നേഹം കൊണ്ട് സ്തോത്രം. പുൽത്തൊട്ടി വായിക്കാനൊക്കെ നല്ല സുഖമുള്ള വാക്യങ്ങളായത്, പക്ഷെ ജീവിക്കാൻ നല്ല പ്രയാസമാണ്. പുൽത്തൊട്ടിയിൽ കിടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ മനുഷ്യരാണ് ഇവര്. കിട്ടിയത് കൊണ്ട് ആമേൻ പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, സമാധാനമായിട്ട് കുഞ്ഞിനെ അവിടെ പ്രസവിച്ചിട്ട്. ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ സ്വകാര്യത ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഒരു കൊച്ചിനെ പ്രസവിക്കുന്ന സമയം. സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റാതെ കണ്ണു നിറഞ്ഞും തലകുനിച്ചും നിന്ന ഒരപ്പനെ, യോസേപ്പ് പിതാവിനെ, ഈ വർഷം യോസേപ്പ് പിതാവിന്റെ വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ യോസേപ്പ് പിതാവിനെ ഓർക്കണേ ക്രിസ്മസ് രാത്രി. സ്വന്തം ഭാര്യയ്ക്ക് ഒരിത്തിരി മറവ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നാണം കെട്ടും ഗതി കെട്ടും നിന്ന ഒരു പാവപ്പൻ. മക്കളെ വളർത്താൻ പാടുപെടുന്ന, മക്കൾക്ക് വേണ്ടത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, മക്കൾ ആഗ്രഹിക്കുന്നൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത, ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരുപാട് അപ്പന്മാരുടെ പ്രതീകമാണ് ഈ അപ്പൻ. അദ്ദേഹം സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞു, കർത്താവേ, പുൽത്തൊട്ടിയെങ്കിൽ പുൽത്തൊട്ടി, ഞാൻ നിന്നെ സ്തുതിക്കുന്നു.